ഹലോ ഫ്രണ്ട്സ്, അവർധന്യാസ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവാനിയുടെ സ്കൂളിൻ്റെ റീ ഓപ്പണിംഗ് ഡേയുടെ അന്നത്തെ ഒരു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ കുറേ ദിവസമായില്ലേ മുടക്കമൊക്കെ ആയിട്ട്, കാലത്ത് തന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന നേരത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എന്നാലും വളരെ സോഫ്റ്റായിട്ട് ഞാൻ അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കാറ്. അപ്പോൾ ഞാൻ വിളിക്കുന്ന കൂട്ടത്തിൽ വീഡിയോസും കൂടി എടുത്തതാണ് കേട്ടോ. അങ്ങനെ ആ ശക്തി വിളിച്ചു കഴിഞ്ഞപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്നു. അങ്ങനെ എഴുന്നേറ്റ് കുളിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഒക്കെയായി യൂണിഫോമൊക്കെ മാറി ഇരിക്കുകയാണ്. യൂണിഫോം മാറിയെങ്കിൽ ഉറക്കക്ഷീണമൊന്നും മാറിയിട്ടൊന്നുമില്ല. വീണ്ടും അവിടെ കിടക്കുന്നുണ്ട് ആശാത്തി. പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അധികം ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ. 2 സ്പൂണൊക്കെ കഴിച്ചുള്ളൂ. വലിയ താല്പര്യം തോന്നിയില്ല. അങ്ങനെ യൂണിഫോമൊക്കെ മാറി പ്രാർത്ഥിച്ചിട്ട് അവൾ സ്കൂളിലോട്ട് പോവാണ്. അപ്പോൾ ഇവരുടെ സ്പെഷ്യൽ യൂണിഫോമാണ് കേട്ടോ ഈ ഒരു യൂണിഫോം. അപ്പോൾ ഇത്തിരി മടി പോലെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടൊക്കെയാണ് പോണത്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെറിയൊരു ബാഗും ഞാനപ്പോൾ അതിൽ ടിഫിനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളവിടെ വണ്ടി കാത്ത്, കാരണം അവൾ ഒറ്റയ്ക്കാണ് ഞാൻ വണ്ടിയിൽ വിട്ടത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിന്നെ 11 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ സ്കൂളിലോട്ട് എത്തിയത്. അപ്പോൾ ബാക്കി പേരൻസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ജോൺ പോൾ അച്ഛനാണ് അപ്പോൾ ഇവരുടെ പ്രിൻസിപ്പാൾ അച്ഛൻ. നല്ലൊരു അച്ഛനാണ്. എല്ലാ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു അച്ഛനും കൂടിയാണ് കേട്ടോ. ഒരു പൂന്തോട്ടത്തിൽ ഒരുപാട് ചെടികൾ നിൽക്കുന്ന പോലെയാണ് ഒരു സ്കൂളിൽ ഒരുപാട് വിദ്യാർത്ഥിനികൾ ഒരുപാട് അറിവ് നേടാനായിട്ട് ചെല്ലുന്നത്. എല്ലാവർക്കും പുതിയ വർഷത്തിലേക്ക് ആശംസകൾ നേരുന്നു കേട്ടോ. എല്ലാവരും നല്ലപോലെ പഠിച്ച് ഒരുപാട് ഉയരങ്ങളിലോട്ട് എത്തട്ടെ. പിന്നെ അവിടെ ദീപം തെളിയിക്കലും പ്രയറും അതുപോലെ തന്നെ ടീച്ചർമാരുടെയും കുട്ടികളുടെയും ഒക്കെ ഡാൻസും പ്രോഗ്രാമും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഡാൻസിൻ്റെയും വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ല. ഞാനൊരു സൈഡിലാണ് നിന്നത്. അത് കാരണം കൊണ്ട് തന്നെ കറക്റ്റായിട്ട് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല. ടീച്ചർമാരൊക്കെ വളരെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അതുപോലെ KG സെക്ഷനിലും LKG സെക്ഷനിലും UKG സെക്ഷനിലൊക്കെ കുട്ടികളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ കുറച്ച് വൈകിയാണല്ലോ സ്കൂളിലോട്ട് എത്തിയത്. അപ്പോൾ ഞാൻ ഇവാനിയമ്മളുടെ ക്ലാസ് നോക്കായിരുന്നു എവിടെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചു. ഏറ്റവും 3-ാം നിലയുടെ മുകളിൽ അവളുടെ ക്ലാസ് റൂം ഉള്ളത്. അപ്പോൾ ഞാൻ അവൾ എവിടെ ഇരിക്കണേന്ന് നോക്കിയപ്പോൾ 3-ാം നിലയുടെ മുകളിൽ തന്നെ ഇരിക്കേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരിയായിട്ട് പോകുമ്പോൾ ഇവാനിയമ്മളെ കണ്ടപ്പോൾ ആ വീഡിയോസ് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ. അങ്ങനെ അവൾ ക്ലാസ്സിലോട്ട് പോകുന്ന ഒരു രംഗം വീഡിയോസ് എടുത്തതാണ്. അത് കഴിഞ്ഞ് ഞാൻ അവളുടെ അടുത്തേക്ക് പോയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടി റെഡിയായി. അപ്പോൾ അങ്ങനെ പ്രോഗ്രാമും കഴിഞ്ഞ് ഉച്ചയായപ്പോൾ തന്നെ ഒന്ന് സ്കൂളിൽ നിന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവളൊന്നും കാലത്ത് കഴിക്കാണ്ടാണ് വന്നത്. അത് കാരണം കൊണ്ട് ഞാൻ 2 കപ്പ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവളവിടെ കുത്തിരുന്ന് കഴിക്കുകയാണ്. തിരിച്ച് അവളുടെ വണ്ടിയിൽ തന്നെയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയത്. ഈ പ്രാവശ്യം നമ്മൾ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ബാഗൊക്കെ ഓർഡർ ചെയ്തത്. വളരെ റേറ്റ് കുറവിന് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 350 രൂപയ്ക്കാണ് ഈ ഒരു ബാഗ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. അതിൻ്റെ സിബും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ 4 കള്ളികളുണ്ട്. അത്യാവശ്യം നല്ല വീതിയും വലിപ്പമുള്ള കള്ളികളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് 350 രൂപയ്ക്ക് ഇത്ര നല്ലൊരു ബാഗ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ സാധിച്ചു. ഇത് 25 ലിറ്ററിൻ്റെ ബാഗാണ് കേട്ടോ. 25 ലിറ്ററിൻ്റെ ബാഗാണ്. അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ ഈ ബാഗിൻ്റെ അകത്തുണ്ട്. പിന്നെ ബാക്കി ഈ വക സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചവർക്ക് ലഞ്ച് ബോക്സും അതുപോലെ ബുക്സ്, പെൻസിൽ ബോക്സ്, അങ്ങനെയൊക്കെയുള്ള ബോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഈ പ്രാവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയ ഒരു കാര്യമായിരുന്നു ഈ ടൈ കെട്ടൽ. കഴിഞ്ഞ കൊല്ലം വരെ അവർക്ക് ബാക്കിലൊരു എലാസ്റ്റിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെയല്ല, ടൈ നമ്മൾ കെട്ടണം. അപ്പോൾ കുറച്ചൊക്കെ യൂട്യൂബിൽ നോക്കി പഠിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ടൈ ഓൾറെഡി കെട്ടി വെച്ചിട്ട് തലയെക്കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ടൈറ്റാക്കാമെന്ന് കരുതിയത്. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അത് തലയോടെ ഇടാൻ നോക്കിയപ്പോൾ അതുകൊണ്ട് ഊരിപ്പോന്നു. പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഊരി പിടിച്ച് ഇതിങ്ങനെയൊന്നും അല്ലടേ എന്നുള്ള മട്ടിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ടൈ കെട്ടാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ കെട്ടിയാലും ഫ്രണ്ട് ഭാഗം ഒരുപാട് അങ്ങോട്ട് കൂടുതലായിട്ട് വരാണ്. പിന്നെ ഞാനതിപ്പോൾ ചിറ്റി എടുത്ത് പഠിച്ചു. അങ്ങനെ ടൈ കെട്ടാനാണ് ഇപ്പോൾ എൻ്റെ ടൈം മുഴുവൻ കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാലത്ത് 8:15 ആകുമ്പോഴേക്കും വണ്ടി വരും. അതിനിപ്പാട് നമുക്കുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ ഒരു ടൈ കെട്ടൽ. അത്യാവശ്യം ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് 2-3 ദിവസം കഴിയുമ്പോൾ അത് ഈസി ആയിട്ട് വരുമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വിധത്തിലൊക്കെ ഉള്ള ടൈ ഒക്കെ കെട്ടി. പിന്നെ ഇവാനി എന്തൊക്കെയോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അവളോട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ടൈ ഒക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്.
ആദ്യമായിട്ട് കെട്ടണ കാരണം കൊണ്ട് ഒരു തൃപ്തി കിട്ടാത്ത പോലെ എങ്ങനെ വെച്ചിട്ടും അതിൻ്റെ ഒരു കറക്റ്റ് മോഡൽ വന്നോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട്. അപ്പോൾ അതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടൈ കെട്ടുന്ന വീഡിയോസ് ടീച്ചർ തന്നെ അയച്ചെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 5ാം ക്ലാസ്സൊക്കെ ആയിട്ട് ഇതുപോലത്തെ ടൈ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അവർക്ക് സ്വയം കെട്ടാൻ പറ്റുമല്ലോ. ഇതിപ്പോൾ തീരെ ചെറിയ കുട്ടികളല്ലേ, അപ്പം നമ്മൾ കെട്ടി കൊടുക്കണം. അത് നമുക്ക് പഠിക്കണം കൂടി ആവും. അങ്ങനെ അതൊക്കെ ഒരുവിധം സെറ്റാക്കി കെട്ടി കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലം വരെ എനിക്ക് എന്താ പറയുക, മുടി കെട്ടലിൻ്റെ കാര്യത്തിലായിരുന്നു ടെൻഷൻ കൂടുതലുണ്ടായിരുന്നു. എനിക്ക് മറ്റൊരാൾക്കിനെ മുടിയൊക്കെ കെട്ടി കൊടുക്കുമ്പോൾ കറക്റ്റ് ആവത്തില്ല. അപ്പോൾ അതായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇപ്പോൾ നേരെ ടൈമിക്ക് അത് കയറി. അപ്പോൾ ഒരുപാട് സമയമാണ് ഈ ടൈം കെട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ പോണത് കാലത്ത്. ബാക്കി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീരും. പക്ഷേ ഈ ടൈ കെട്ടുന്നത് ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്യണ ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ടൈ ഒക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ടൈ കെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടി. ഈ ടൈ കെട്ടാൻ വന്നിട്ട് എൻ്റെ വണ്ടി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കണ്ടില്ലേ, നല്ലത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത് മുടിയൊക്കെ കെട്ടി കൊടുക്കണം. അപ്പോൾ എപ്പോഴും ഞാനൊരു പൊട്ട് കുത്തും, അതുപോലെ പുരുകൊന്ന് എഴുതി കൊടുക്കും, ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ട് കൊടുക്കും. പൊട്ട് കുത്താണ്ടും പുരി എഴുതാണ്ടും പോയാൽ എനിക്ക് എന്തോ പോലെ തോന്നും. അപ്പോൾ അത് എല്ലാ ദിവസവും കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ കക്ഷി ഇങ്ങനെയൊന്നും ഇരുന്ന് തരാറില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കി വെച്ച കാരണം കൊണ്ട് ഇന്ന് ഇരുന്ന് തന്നിരിക്കുന്നത് അവൾ. അപ്പോൾ ഞാൻ പൗഡർ ഇടാൻ നേരത്ത് ജസ്റ്റ് ഒരു ബനിയൻ ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്താണ്, അല്ലെങ്കിൽ ടൈമിടും യൂണിഫോമൊക്കെ പൗഡർ വീഴുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ട് കൊടുത്ത് ഞാൻ മുടിയൊക്കെ ഒന്ന് ഇരി കെട്ടേണ്ടതാണ്. അപ്പോൾ മുടി ഇരി കെട്ടാനായിട്ട് ഇങ്ങനെ ഇട്ട് സമ്മതിക്കൊന്നുമില്ല. അവൾ ചിണുങ്ങി നിൽക്കാറൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കണ കാരണം കൊണ്ട് ശരിക്കായിട്ട് ആൾ ഒന്ന് ഇരുന്ന് തരണതാ. അല്ലെങ്കിൽ അയ്യോ എൻ്റെ കുഞ്ഞുമുടി, അയ്യോ എനിക്ക് വേദനിക്കണം, അയ്യോ അവിടെ തൊടാൻ പാടില്ല, അയ്യോ ഇവിടെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് 100 പരാതികളായിട്ട് വരാറുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് ഡീസൻ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേഗം അത് കെട്ടി തീരാനും പറ്റുന്നുണ്ട്. അങ്ങനെ വാനയ്ക്ക് സ്കൂളിൽ 2 മോഡൽ യൂണിഫോമാണ് ഉള്ളത്. നമ്മൾ ആദ്യം കണ്ടതും പിന്നെ ഈ ഒരു മോഡലിനാണ് ഇപ്പോൾ ടൈ കെട്ടാനുള്ളത്. അപ്പോൾ ഞങ്ങളുടെ യൂണിഫോം മാറലും എല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ചെറുതായിട്ട് 2 മിനിറ്റ് പ്രാർത്ഥിക്കണം. വാൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ വാൻ കറക്റ്റ് ടൈമിലെത്തും. അപ്പോൾ നമ്മളും കറക്റ്റ് ടൈമിൽ തന്നെ അവിടെ ചെല്ലണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ടൈമാണ് ഇത്. എല്ലാ ദിവസവും നിർബന്ധമുള്ളൊരു കാര്യമാണ്. സ്കൂളിൽ പോകാനും പാട് 2 മിനിറ്റ് എന്തായാലും പ്രാർത്ഥിക്കും. അങ്ങനെ അവളുടെ വാനൊക്കെ വന്ന് അവൾ പോയി. ഞാനപ്പോൾ തിരിച്ചവൾ വരുന്ന സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട സേമിയ പായസമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തയ്യാറാക്കി വയ്ക്കുക. സേമിയ പായസം തയ്യാറാക്കുമ്പോൾ പാല് കഴിക്കാനും പറ്റും, ബട്ടർ കഴിക്കാനും പറ്റും. അപ്പോൾ ഇത് രണ്ടും അകത്താക്കാൻ ഏറ്റവും എളുപ്പം സേമിയ പായസം ഉണ്ടാക്കി വയ്ക്കില്ല വയറെന്ന് അറിയാം. അപ്പോൾ ഞാനതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾ വരുന്നതും കാത്ത് ഞാനവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അവൾ വന്നു, അവളുടെ വണ്ടി അവൾ ഇറക്കിയിട്ട് പോവാണ്. അത് കഴിയുമ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം TV കാണും, ഫോൺ കാണും, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കളികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ മാതിരി സ്കേറ്റിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്കേറ്റിംഗ് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ ക്ലേ ഉപയോഗിച്ചിട്ടൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ കുളിക്കലും ഭക്ഷണം കഴിക്കലും പിന്നെ ഓരോ ദിവസത്തെ ഹോംവർക്കും കാര്യങ്ങളും ചെയ്യലാണ്. അപ്പോൾ സ്കേറ്റിംഗ് അത്യാവശ്യം രീതിയിൽ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കേറ്റിംഗ് ബോർഡുമുള്ള അഭ്യാസമാണ്. ഇനിയിപ്പോൾ അതും നന്നായിട്ട് പഠിക്കണം. ഇനിയിപ്പോൾ അവൾ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളെ പാവേനെ ഇരുത്തി ഓടിക്കലാണ് പരിപാടികൾ. അങ്ങനെ അവൾ സ്വയം അവൾക്കുള്ള നേരം പോക്ക് കണ്ടെത്തും. അങ്ങനെ പുതിയ ബുക്സും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കവർ ചെയ്ത് നഴ്സറിയിൽ പോയി കൊട്ടിച്ചു. അങ്ങനെ അവൾ ഓരോ ദിവസത്തെ അവളുടെ ഹോംവർക്കും കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളോട്ട് അവൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കൊല്ലത്തെ പോലെ ആദ്യത്തെ ദിവസം മഴ ഇല്ലായിരുന്നെങ്കിലും ഇപ്പോൾ 2ാമത്തെ ദിവസം തൊട്ട് അത്യാവശ്യം മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.